ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. ചിലരൊക്കെ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിൽ വെറും 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് എക്സാമുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി ഉടനെ നമ്മുടെ മോഡൽ എക്സാം വരാനുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് പബ്ലിക് എക്സാം വരാനുണ്ട്. ഇതിന്റെ എല്ലാ ഇടയിലൂടെ നമുക്കിനി പ്രാക്ടിക്കൽ എക്സാമുകൾ വരാനുണ്ട്. നമുക്കറിയാം നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡൻസിന് നമുക്ക് അക്കൗണ്ടൻസിക്ക് പ്രാക്ടിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ പേപ്പറുകൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്തിട്ട് നമ്മുടെ പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ റെക്കോർഡ് ശ്രദ്ധിക്കണം, വൈവ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ പബ്ലിക് എക്സാം വരും. ഇതെല്ലാം നമുക്ക് ഒരുമിച്ചാണ് വരാൻ പോകുന്നത്. ഇനി ഇതൊന്നുമല്ലാതെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു മെയിൻ എക്സാം വരുന്നുണ്ട്, നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. അതായത് നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. നമുക്കറിയാം നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ വർഷം വരെ നമ്മൾ സെപ്റ്റംബർ മാസത്തിലായിരുന്നു കുട്ടികൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തവണ മുതൽ നമ്മുടെ പബ്ലിക് എക്സാമും ഇംപ്രൂവ്മെന്റ് എക്സാമും ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ 3 സബ്ജക്ട് ഒരുമിച്ച് ഇംപ്രൂവ് ചെയ്യുന്നവരുണ്ടാവാം. 3 സബ്ജക്റ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 9 സബ്ജക്ട്സ് ആണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളത് നമ്മുടെ മാർച്ച് മാസത്തിൽ. അത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്, ഇത്രയും കുറച്ച് സമയം കൊണ്ട് 9 സബ്ജക്ട് പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന എല്ലാ സബ്ജക്റ്റും. പിന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കൊല്ലം മുഴുവനും നമ്മൾ ഇരുന്ന് പഠിച്ച കാര്യം തന്നെയാണ് ഈ +1 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താൽ മതിയാവും. അത് മാത്രമല്ല കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും. അതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെയും. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ ഇംപ്രൂവ്മെന്റ് പഠനം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ കൂടുതൽ കുട്ടികളും ഇപ്പോൾ ഇംപ്രൂവ് ചെയ്യാൻ ഭയപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടു എക്സാം കൊളാവോ, അല്ലെങ്കിൽ +2 എക്സാമിന് പഠിക്കാൻ പറ്റുമോ, സമയം ഉണ്ടാവോ, അതിന് മാർക്ക് കുറയോ എന്നുള്ള ടെൻഷൻ കാരണമാണ് ഇംപ്രൂവ് ചെയ്യാൻ ഭയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് മാക്സിമം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ എക്സാമുകൾ ഇനി നമുക്ക് വരാനുണ്ടെങ്കിൽ പോലും മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മുടെ പബ്ലിക് എക്സാമിന്റെ റിവിഷൻ അടിപൊളിയായിട്ട് എൻഡ് ഗെയിം ബാച്ചിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ കൂടെ ഇംപ്രൂവ്മെന്റ് എക്സാമുകൾക്കും നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് സൈലം ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് തന്നെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും സൈലത്തിന്റെ കൂടെ നിന്ന് പഠിക്കുക. ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യും. എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.